നമ്മളെന്ന് വന്നിരിക്കുന്നത് നമ്മുടെ S25 അൾട്രയും കൊണ്ടാണ്. S25 അൾട്ര എന്താണ് കവി ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കില്ല സാംസങ്. S20 ഫോൺ ആണെങ്കിലും S23 ആണെങ്കിലും അൾട്ര സീരീസിൽ വരുന്ന എല്ലാ മോഡൽസും ഈ ഒരു സംഭവത്തിൽ തന്നെയാണ് വരുന്നത്. ഇനി ഇതിലിപ്പോൾ എയിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ കൂടിയിട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നു. അല്ലാണ്ട് എന്താണ് വ്യത്യാസം എനിക്ക് മനസ്സിലാക്കില്ല. ഈ 1,00,000 സംതിങ് കൊടുത്തു വാങ്ങുന്ന ടൈമിൽ ഇൻകേസ് ഒരു പുതിയൊരു മോഡൽ മാർക്കറ്റിലേക്ക് ഇറക്കുന്ന ടൈമിൽ ഈ സെയിം സംഭവം ഇൻകേസ് സെയിം മോഡലാണെങ്കിലും അതിൻ്റെ ഡിസൈൻ ആണെങ്കിലും എല്ലാം സെയിം ആണ് വരുന്നത്. പിന്നെ എന്താണ് പുതിയൊരു സീരീസ് വാങ്ങിയിട്ട് ഇപ്പോൾ ഇൻകേസ് ഇത്രയും ലക്ഷങ്ങൾ മുടക്കിയിട്ട് നമ്മളൊരു ഫോൺ വാങ്ങിയിട്ട് അതിനകത്തുള്ള എക്സ്ട്രാ ബെനിഫിറ്റ് എന്താണെന്നുള്ളതാണ്. ക്യാമറയിൽ ചെറിയ വ്യത്യാസങ്ങൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അതൊക്കെ അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഓൾറെഡി ഒരു ഐഫോൺ യൂസേഴ്സ് ആണെങ്കിൽ ഇപ്പം ഐഫോണിലും ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ഇൻകേസ് എനിക്കൊന്നത് പുതിയ മോഡലിൽ കുറേ ഫീച്ചേഴ്സ് ഫീച്ചേഴ്സ് ആഡ് ആയിട്ടുണ്ട് പ്രോ മാക്സിൻ്റെ അകത്ത്. അപ്പോൾ ഓൾറെഡി നമുക്ക് S24 അവൈലബിൾ ആണത്. കുറച്ചും കൂടിയും ഇൻകേസ് ഇപ്പോൾ രണ്ട് ഫോണും രണ്ട് രീതിയിലാണ്. ഇൻകേസ് കുറച്ചും കൂടിയും നമുക്ക് എന്താണ് പറയുക, ലോഗ് വീഡിയോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് ഈ സാംസങ്ങിൽ വരുന്നുണ്ട്. കുറച്ച് ഫീച്ചേഴ്സ് സാംസങ്ങിലും ഉണ്ട്. ഇൻകേസ് ഐഫോണുമായിട്ട് കമ്പയർ ചെയ്യുന്ന ടൈമിൽ നമുക്ക് വീഡിയോഗ്രാഫേഴ്സിനാണെങ്കിലും എഡിറ്റേഴ്സിനാണെങ്കിലും എല്ലാം കുറച്ചും കൂടി കൺവീനിയൻറ്റ് ആൻഡ്രോയിഡ് ആയിരിക്കും തോന്നുന്നുണ്ട്. പിന്നെ നമുക്ക് ഐഫോണിൽ എന്ന് വെച്ചാൽ ഐഫോണിൽ വീഡിയോൻ്റെ പെർഫെക്ഷൻ എന്ന് വെച്ചാൽ അത്രയും നല്ലൊരു പെർഫെക്ഷനാണ് വീഡിയോയിൽ വരുന്നത്. സാംസങ് യൂസേഴ്സ് ഞാനിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ഒരു പ്രോ മാക്സും ഉണ്ട്. S25 ഇപ്പോൾ ഇത് നമുക്കെന്ന് വെച്ചാൽ ഒരു ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ്. അപ്പോൾ നമുക്ക് ഐഫോൺ തന്നെയാണ് തരാൻ നോക്കിയത്. അപ്പോൾ ഞാൻ ഓൾറെഡി ഐഫോൺ ഉള്ളത് കൊണ്ട് ജസ്റ്റ് നമുക്ക് സാംസങ്ങിൻ്റെ ഒരു മൊബൈൽ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ അതിൻ്റെ തന്നെ പ്രീമിയം ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ S25 അൾട്ര നമുക്കിപ്പോൾ ഒരു ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ്. അപ്പോൾ കറൻ്റ് ഞാനിപ്പോൾ അതാണ് യൂസ് ചെയ്യുന്നത്. അത് സെക്കൻഡറി ഫോണായിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. പ്രൈമറി ഫോണായിട്ട് ഓഫീസ് പർപ്പസിൻ്റെ കാര്യങ്ങളിലായിട്ട് നമ്മൾ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഫോണിലാണ്. വീഡിയോസ് കാര്യങ്ങളിപ്പോൾ അധികം എടുക്കാറില്ല. അപ്പോൾ എന്തായാലും നമ്മളെന്ന് വെച്ചാൽ വീഡിയോ റീസ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനിലാണ്. ഓക്കെ.